ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പീരീഡ്സ് ഡേറ്റ് ആകുന്നതിന് മുന്നേ തന്നെ പ്രഗ്നൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ചില സിംറ്റംസിനെ കുറിച്ചിട്ടാണ്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. പ്രഗ്നൻസിയുടെ സിംറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഓരോരുത്തർക്കും ഓരോ രീതിക്കാണ് വരുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ പ്രഗ്നൻസിയിലുള്ള സിംറ്റംസ് അല്ല രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ വരുന്നത്. എങ്കിലും ഒരു വിധമൊക്കെ നമുക്ക് പ്രഗ്നൻ്റ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് പറ്റുന്നത് നോക്കാം. കോമൺ ആയിട്ട് പലർക്കും വരുന്നൊരു സിംറ്റം അടിവയറിലൊരു വേദനയാണ്. പീരീഡ്സ് ആകാൻ പോകുന്നത് പോലെ തോന്നുന്ന ഒരു വേദന വരും. എനിക്കത് ഉണ്ടായിരുന്നു. പീരീഡ്സ് ആകാനുള്ള ഡേറ്റിൻ്റെ ഏകദേശം ഒരാഴ്ചയ്ക്കൊക്കെ മുന്നേ തന്നെ എനിക്കൊരു വയറുവേദന പോലെ ഇങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചു ബ്ലോട്ടിംഗ് ആയിരിക്കാം, ഗ്യാസ് കാരണം എന്തെങ്കിലും വന്നതായിരിക്കാം, തലേന്ന് കഴിച്ചതിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും, അങ്ങനെ വിചാരിച്ചു. ഡേറ്റ് നോക്കിയപ്പോഴത്തേക്ക് പീരീഡ്സിൻ്റെ ഡേറ്റ് ഒന്നും ആയിട്ടുമില്ല. അങ്ങനെയാണ് എനിക്ക് ആദ്യം തന്നെ പ്രഗ്നൻ്റ് എങ്ങാനാണോ എന്നുള്ളൊരു സംശയം വരുന്നത്. എങ്കിൽ അതൊരു ഭയങ്കര സഹിക്കാൻ വയ്യാത്തൊരു പെയിനോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്യുകയാണ്, എന്തെങ്കിലും തിരക്കിലാണെങ്കിൽ ശ്രദ്ധിക്കത്ത് പോലുമില്ല, അത്രയും മാത്രമേ ഉള്ളൂ ആ പെയിന്. ഈ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ സ്പോട്ടിംഗ് ആണ്. ഇത് എല്ലാവർക്കും തന്നെ വരണമെന്നില്ല. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ രീതിക്കുള്ളൊരു ബ്ലീഡിങ് നമുക്ക് കാണാനായിട്ട് പറ്റും. 1-2 ഡ്രോപ്പ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇത് ചിലർക്ക് ഓവുലേഷൻ്റെ സമയത്ത് ഉണ്ടാവാം, അതുപോലെ തന്നെ ഇംപ്ലാന്റേഷൻ്റെ സമയത്ത് ഉണ്ടാവാം. ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് ഫെർട്ടൈൽ ആയൊരു എഗ്ഗ് നമ്മുടെ യൂട്രസിനുള്ളിൽ വന്നിട്ട് യൂട്രസിൻ്റെ ഇന്നർ ലെയറിലോട്ട് അറ്റാച്ച് ആകുമ്പോഴാണ് ഇങ്ങനൊരു ബ്ലീഡിങ് ഉണ്ടാകുന്നത്. സോ ഇതും പ്രഗ്നൻസിയുടെ ആദ്യത്തെ ഒരു സിംറ്റമിൽ വരും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ഷീണമാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ജോലികളൊന്നും തന്നെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആ ചെയ്യുന്ന ജോലിക്കിടയിൽ നമുക്ക് വന്നൊന്ന് കിടന്നാൽ മതിയെന്ന് തോന്നും. അത്രയ്ക്ക് ടയേർഡായിട്ട് തോന്നും. ആദ്യത്തെ ഒരു 3 മാസം വരെ ഈ ടയേർഡ്നെസ് ഉണ്ടാവും. എനിക്കുണ്ടായിരുന്നു. എണീറ്റൊരു പണി പോലും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാമെങ്കിൽ തന്നെയും ഭയങ്കര ഡിപ്രസിങ് ആയിരുന്നു. 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും ആക്റ്റീവായി. പിന്നെ ഒരു 9ാമത്തെ മാസത്തിൽ എനിക്ക് വീണ്ടും ഈ ടയേർഡ്നെസ് വന്നു. അപ്പം ഇനിഷ്യലി തന്നെ പലർക്കും ഈ ഒരു ടയേർഡ്നെസ് അറിയാനായിട്ട് പറ്റും. ഇനിയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നോസിയാണ്, ഛർദ്ദിക്കാനുള്ള തോന്നൽ. ഇത് പലർക്കും പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷം തന്നെയാണ് വരുന്നത്. വളരെ റെയറായിട്ട് ചിലരിൽ വൊമിറ്റിംഗ് ഉണ്ടാവില്ല, അല്ലാണ്ട് നോസിയ മാത്രമായിട്ട് ഈ പീരീഡ്സ് ആകുന്ന ഡേറ്റിന് മുന്നേ തന്നെ തോന്നി തുടങ്ങാം. ചില സ്മെല്ലിനോടൊക്കെ താല്പര്യക്കുറവ്, ഉള്ളിയുടെ സ്മെല്ല്, വെളിച്ചെണ്ണയുടെ സ്മെല്ലൊക്കെ കാരണം ചിലർക്ക് നോസിയ ഉണ്ടാവാം. അതും പീരീഡ്സ് ആകുന്ന ഡേറ്റിന് മുന്നേ തന്നെ നമുക്ക് തോന്നി തുടങ്ങാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ തുടങ്ങുന്ന നോസിയയും വോമിറ്റിങ്ങും ഏതാണ്ട് 12th വീക്ക് വരെ ഉണ്ടാവും. ചിലർക്ക് പ്രഗ്നൻസിയുടെ എൻഡ് വരെയും ഉണ്ടാവും. ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കറക്റ്റ് 12th വീക്ക് ആയപ്പോഴത്തേക്ക് അതൊക്കെ തന്നെ സ്റ്റോപ്പായി. ഇനി നമുക്ക് കാണാൻ പറ്റുന്നൊരു സിംറ്റം എന്ന് പറയുന്നത് വൈറ്റ് ഡിസ്ചാർജ് ആണ്. ഓവുലേഷൻ്റെ സമയത്ത് പലർക്കും കാണാനായിട്ട് പറ്റും ഒരു വൈറ്റ് ഡിസ്ചാർജ്. ഏതാണ്ട് അതുപോലെ തന്നെ മിൽക്കി വൈറ്റ് ആയിട്ടുള്ള ഡിസ്ചാർജാണ് കാണാൻ പറ്റുന്നത്. ഇതും പീരീഡ്സ് ആകുന്നതിന് മുന്നേ തന്നെ കണ്ടു തുടങ്ങും. ഇനി 6ാമത്തെ സിംറ്റം എന്താണെന്ന് വെച്ചാൽ ബ്രസ്റ്റ് പെയിനും നിപ്പിൾ സെൻസിറ്റിവിറ്റിയും. ഇത് കോമൺ ആയിട്ട് എല്ലാവർക്കും പ്രഗ്നൻ്റ് ആയാൽ ആദ്യം അറിയാൻ പറ്റുന്ന ഒരു സിംറ്റം തന്നെയാണ്. പക്ഷേ ഈ ഒരു ബ്രസ്റ്റ് പെയിൻ ഉള്ളത് കൊണ്ട് ഇത് പ്രഗ്നൻസി തന്നെയാണ് എന്ന് പറയാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം പീരീഡ്സ് ആകാനും ഈ സെയിം സിംറ്റംസ് കാണിക്കാറുണ്ട്. സോ നമുക്കിത് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ പീരീഡ്സ് ആകാനാണോ അല്ല പ്രഗ്നൻ്റ് ആണോ എന്നുള്ളത് ഇത് വെച്ചിട്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിത് 6th പൊസിഷനിൽ പറഞ്ഞത്. ഇങ്ങനെ ഉണ്ടാകുന്നൊരു പെയിനും ഒരു 3 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് മൊത്തമായിട്ട് മാറും. പിന്നെ 7ാമത്തെ സിംറ്റം എന്ന് പറയുന്നത് ഒബ്വിയസ്ലി പീരീഡ്സ് സ്കിപ്പ് ആവുന്നത്. അങ്ങനെയാണല്ലോ നമ്മൾ പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഡേറ്റ് ആയിട്ടും പീരീഡ്സ് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസമൊക്കെ വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് അപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. യൂഷ്വലി എല്ലാവരും ചെയ്യുന്നത് ഇപ്പോൾ കാർഡ് ടെസ്റ്റാണ്. അത് കഴിയുമ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ പോയാൽ ആദ്യം അവർ ബീറ്റ-HCGയുടെ ടെസ്റ്റ് എടുത്തിട്ട് റിപ്പോർട്ട് കൊണ്ടുവരാനായിട്ട് പറയും. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളുടെ അടുത്ത സ്കാനിങ്ങും കാര്യങ്ങളും ഒക്കെ തുടങ്ങും. പിന്നെ ഒരു വലിയ ജേണി തന്നെയാണ്. ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മൊമെൻ്റാണത്. സോ അങ്ങനെ ഒരു മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ ആ ഭാഗ്യം കിട്ടട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.